തമിഴ്നാട്ടിൽ വിജയ്ക്ക് മുന്നിലുള്ള 3 സാധ്യതകൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, CPM, CPI അടക്കമുള്ള ചെറുകിട പാർട്ടികളുടെയൊക്കെ പിന്തുണ വിജയ്ക്ക് ലഭിക്കുക. രണ്ടാമത്തെ സാധ്യത അണ്ണാ DMK പിളർപ്പുണ്ടായി 3-2 MLA-മാരുടെ പിന്തുണ വിജയ്ക്ക് ലഭിക്കുക. മൂന്നാമത്തെ സാധ്യത DMK ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നാൽ അവിടെ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയും. ഇങ്ങനെ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയണമെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2 തവണയും ഏറ്റവും വലിയ ഒന്നാമത്തെ വലിയ പാർട്ടിയായിട്ടും 2 തവണയും അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഈ രാജേന്ദ്ര അർലേക്കർ കേരള ഗവർണർക്കാണ് തമിഴ്നാടിൻ്റെ ചാർജ്. അദ്ദേഹം വിജയിയെ ക്ഷണിക്കാൻ തയ്യാറായിട്ടില്ല. വിജയ്ക്ക് ഇനി വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് വീണ്ടും ഭരണഘടനാ വിദഗ്ധർ ഒക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. നിയമോപദേശം തേടാൻ ഗവർണറോട് ആവശ്യപ്പെടാം. എൻ്റെ ഈ ഭൂരിപക്ഷത്തിൽ എനിക്ക് 118 പേരെ കാണിച്ചാലേ ഞാൻ ക്ഷണിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം അങ്ങനെയല്ല. കൃത്യം എണ്ണം കാണിച്ചിട്ടുള്ള വലിയ കക്ഷികളെ ക്ഷണിക്കുകയും അവർ പിന്നീട് ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ രാജിവെച്ച് പോവുകയും ഒക്കെ ചെയ്ത ചരിത്രം എത്രയോ എങ്കിലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന് തയ്യാറായിട്ടില്ല. അതിന് 2 വശമാണ് പറയുന്നത്. ഒന്ന്, വിജയിയെ അങ്ങനെ ഒരു തരത്തിൽ BJPയുടെ പല ഗവർണർമാരും പലപ്പോഴും സ്വീകരിക്കുന്ന നിലപാടിത്തരമാണ്. അവർ അങ്ങനെ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കാണ് അങ്ങനെ പിന്തുണയെങ്കിൽ അത് ഞങ്ങൾ ചെയ്യില്ല, BJPക്കാണ് അങ്ങനെയെങ്കിൽ അവിടെയെല്ലാം ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു നിലപാട്. രണ്ടാമതും പറയുന്നത് മറ്റൊരു തിയറിയാണ്. ഇപ്പോൾ തൽക്കാലം ഈ DMK പോലെ ഒരു പാർട്ടി അധികാരത്തിൽ വന്നാൽ അത് BJPക്ക് എന്നും തലവേദനയാണ്. കാരണം കടുത്ത സംഘപരിവാർ വിരുദ്ധ നിലപാടും മോദി വിരുദ്ധ നിലപാടും ഒക്കെ സ്വീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് MK സ്റ്റാലിൻ. സ്റ്റാലിന് പകരം വിജയ് ആയാൽ അത് കുറച്ചുകൂടി മയപ്പെട്ട ഒരാളാവും. വിജയ്ക്ക് ഭൂരിപക്ഷം വേണമെങ്കിൽ ഒപ്പിക്കാനുള്ള സമയം കിട്ടിക്കോട്ടെ എന്ന് കരുതി ഈ നീട്ടിക്കൊണ്ടു പോവുകയാണ് എന്നൊരു വർഷം കൂടിയുണ്ട്. അത് നമുക്ക് ആധികാരികമായി തെളിയിക്കാൻ കഴിയില്ല, അങ്ങനെയാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു നിരീക്ഷണം കൂടി എന്തായാലും ഉണ്ട്. ഈ നിരീക്ഷണങ്ങൾ ഒക്കെ നിൽക്കുമ്പോഴും ഇനി അല്ലെങ്കിൽ വിജയ്ക്ക് മൂന്നാമത് കഴിയുന്നത് കോടതിയെ സമീപിക്കുക. കോടതിയെ സമീപിച്ചാൽ സ്വാഭാവികമായും കോടതി ഇന്ത്യൻ ഇതുവരെയും ഗവർണർമാർ സ്വീകരിച്ച നിലപാടുകളനുസരിച്ച് വിജയിയെ ഭൂരിപക്ഷം തെളിയിക്കാൻ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാൻ ഗവർണറോട് നിർദ്ദേശമുണ്ടാവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഭരണഘടനാ വിദഗ്ധരും നിയമവിദഗ്ധരും ഒക്കെ അഭിപ്രായപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് DMK പോലൊരു പാർട്ടി ഈ വിജയം അംഗീകരിക്കുകയും ഈ സർക്കാർ രൂപീകരണത്തിൽ നിന്ന് ഞങ്ങൾ അവരെ തടയില്ല എന്ന് പറയും. സാധാരണ ഇങ്ങനെ ഒരു ഭൂരിപക്ഷം നിൽക്കുന്ന ഒരു സമയത്ത് DMKക്ക് വേണമെങ്കിൽ കോൺഗ്രസിനെ തടഞ്ഞു നിർത്താം, അല്ലെങ്കിൽ CPM, CPI ഒക്കെ പോകുന്നതിനും അങ്ങനെ അവർ പോകുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ അവരങ്ങനെ ഒരു കാര്യമായ രീതിയിൽ ഇതിനെയൊന്നും തടയുന്നില്ല. കോൺഗ്രസ് പോയതിനെ വഞ്ചന എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഗൗരവമായ ഒരു ഇതിന് എതിരായ ഒരു നിലപാട്, ഈ സർക്കാർ രൂപീകരിക്കുന്നതിനെതിരായ ഒരു നിലപാട് DMK സ്വീകരിക്കുന്നില്ല. അണ്ണാ DMK സംബന്ധിച്ചും അങ്ങനെ ഈ സർക്കാർ രൂപീകരണത്തിന് വിജയെ തകർക്കണമെന്നൊരു നിലപാടില്ല, വിജയ് ഭരിച്ചോട്ടെ എന്നുള്ള നിലപാടിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. എന്താവും ഇങ്ങനെ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം? ഇതിന് ഒറ്റ കാരണമേ ഉള്ളൂ. നിലവിലുള്ള വിജയി അല്ല അവർ ഭയപ്പെടുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം വന്ന് സർക്കാർ 65-ൽ കേരളത്തിൽ ആർക്കും